ഇടുക്കി മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ പരാക്രമം. ലോക്ഹാർട്ട് എസ്റ്റേറ്റിലെ റേഷൻ കട കാട്ടാന തകർത്തു. കഴിഞ്ഞ 2 ദിവസമായി ജനവാസ മേഖലയിൽ പടയപ്പ നിലയുറപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, വീണ്ടും പടയപ്പയുടെ പരാക്രമം ഉണ്ടായിരിക്കുന്നു. ഒപ്പം റേഷൻ കട തകർത്തിരിക്കുകയാണ് വീണ്ടും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ ലോക്ഹാർട്ട് എസ്റ്റേറ്റ് പരിസരം കേന്ദ്രീകരിച്ചാണ് കാട്ടുകൊമ്പൻ പടയപ്പ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഈ നിലവിൽ ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് ഈ റേഷൻ കടയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത്. റേഷൻ കട തകർത്ത ആന റേഷൻ കടയിൽ നിന്ന് ഈ അരി അടക്കം എടുത്ത് ഭക്ഷിക്കുകയും ചെയ്തു. കൂടാതെ ഗ്യാപ് റോഡിൽ ഇറങ്ങിയ ആന വാഹനങ്ങൾ തടഞ്ഞു നിർത്തുകയും ചെയ്തിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ ആനയെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ആ ഭാഗത്തു നിന്നുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ദിവസം നമ്മൾ കണ്ടതാണ് ജീപ്പ് ഉപയോഗിച്ച് റോഡ് സൈഡിൽ നിന്നിരുന്ന പടയപ്പയെ ഇടിപ്പിക്കാനുള്ള ശ്രമം. അത് ജീപ്പ് ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് ചില ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിലെല്ലാം തന്നെ ആന ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രകോപനത്തിലാണ്. ഈ പ്രകോപനത്തെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു അക്രമ സംഭവം അല്ലെങ്കിൽ ഈ ആന ഈ റേഷൻ കടയും അതുപോലെ തന്നെ വാഹനങ്ങളെല്ലാം തന്നെ തടയുന്നത് എന്നുള്ള ഒരു നിഗമനത്തിലാണ് നിലവിൽ നാട്ടുകാരുള്ളത്. അതുകൊണ്ട് തന്നെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു അടിയന്തര ഇടപെടൽ വേണമെന്നുള്ള ആവശ്യം ഇപ്പോൾ നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം ഈ മൂന്നാർ മേഖല കേന്ദ്രീകരിച്ച് ഇനിയിപ്പോൾ പുതുവർഷം കൂടുതൽ വിനോദസഞ്ചാരികൾ ഈ മൂന്നാറിലേക്ക് എത്തുന്നു. ഇതുകൊണ്ട് തന്നെ മൂന്നാറിൽ ഇപ്പോൾ തിരക്ക് കൂടുതലാണ്. ഗ്യാപ് റോഡിലൂടെ ഒക്കെ നിരവധി വാഹനങ്ങൾ പോകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആനയെ എത്രയും വേഗം ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ കാട്ടിലേക്ക് തുരത്താനുള്ള ഒരു ശ്രമം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായും ആളുകൾ മുമ്പോട്ട് വയ്ക്കുന്നത്. അതിനപ്പുറത്ത് ആളുകൾ വലിയ രീതിയിലുള്ള ഭീതിയിലാണ് എന്ന് തന്നെ പറയാം. ഈ എസ്റ്റേറ്റ് ലയങ്ങളിലേക്ക് ആന എത്താനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഈ എസ്റ്റേറ്റ് ലയങ്ങൾ തകർത്ത് കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ താമസിക്കുന്ന ആളുകൾക്കുണ്ടാകും. ഈ ആളുകൾക്ക് മുമ്പോട്ട് നടന്നു പോകാൻ പോലും അല്ലെങ്കിൽ തോട്ടങ്ങളിലേക്ക് പോകാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു ഇടപെടൽ ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ ആന അതിന്റെ ഒരു ഭീതിയിലാണ് എന്നുള്ളതാണ് ആളുകൾ വിലയിരുത്തിയിട്ടുള്ളത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ആനയെ വിരട്ടിയ ഒരു ജീപ്പ് നിലവിൽ ഇപ്പോൾ വനംവകുപ്പ് കസ്റ്റഡിയിലെത്തുന്നത്. ജീപ്പിലുണ്ടാകുന്ന മറ്റാളുകളെ കേന്ദ്രീകരിച്ച് ആരൊക്കെയെന്ന് കണ്ടെത്താനുള്ള അന്വേഷണവും നിലവിൽ നടന്നു വരികയാണ്. എന്തായാലും ഇപ്പോഴും ഈ എസ്റ്റേറ്റ് പരിസരം കേന്ദ്രീകരിച്ച് ലോക്ഹാർട്ട് എസ്റ്റേറ്റ് പരിസരം കേന്ദ്രീകരിച്ച് ഇപ്പോഴും പടയപ്പ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ശരി, ലോക്ഹാർട്ട് എസ്റ്റേറ്റിലെ റേഷൻ കട തകർത്തിരിക്കുകയാണ് പടയപ്പ. മൂന്നാറിലാണ് ഇത്തരത്തിൽ പടയപ്പയുടെ പരാക്രമം ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്.